കൈക്കൂലി വാങ്ങി ഭരണസമിതി നേതൃത്വത്തിലുള്ളവർക്ക് വീതം വെച്ച് നൽകുന്ന പഞ്ചായത്ത് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ ഭരണസമിതി യോഗം ഉപരോധിച്ചു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ചാണ് ഹാളിൽ കടന്നത്. വിജിലൻസ് അന്വേഷണത്തിൽ പഞ്ചായത്തിലെ പൊതുമരാമത്ത് വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയിരുന്നു. ഇവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIMന്റെ നേതൃത്വത്തിൽ ഭരണസമിതി യോഗം ഉപരോധിച്ചത്. LDF അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. അഡ്വക്കേറ്റ് KG ദിലീപ്, ES സത്യൻ, PK ശശി, PV ഉഷാദ്, നോബിൻ PA, K ജനാർദ്ദനൻ മാസ്റ്റർ, അനീഷ് AV, മുഹമ്മദ് റാഫി, പ്രദീപ് PG, ബീന അശോക്, അനിത മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ മുഖേന പഞ്ചായത്ത് സമിതിക്കാരോടോ ഉന്നയിക്കാൻ അവസരമുണ്ട്. ഇതിന്റെ ഒറ്റ കാര്യം, ഈ ബോർഡ് മീറ്റിംഗിൽ വെച്ചിട്ട് ഈ പഞ്ചായത്തിൽ അഴിമതിക്ക് നേതൃത്വം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചു കൊടുക്കും. അതായത് വിജിലൻസ് കേസിൽ പ്രതിയേർക്കപ്പെട്ടിട്ടുള്ള താൽക്കാലിക ജീവനക്കാരിയെ, സർക്കാർ ഉദ്യോഗസ്ഥനും പ്രതിയാണ്, താൽക്കാലിക ജീവനക്കാരും പ്രതിയാണ്. 5 വർഷമായിട്ട് ഈ പഞ്ചായത്തിന് പൈസ വാങ്ങി ഇവിടുത്തെ വേണ്ടപ്പെട്ടവർക്ക് മേലാളന്മാർക്ക് വീതം വെച്ച് കൊടുക്കുന്ന ജീവനക്കാരിനെ പുറത്താക്കുമെന്നുള്ള തീരുമാനം അറിയിച്ച് നമ്മൾ എടുത്തിരിക്കും. പ്രസിഡന്റ് പറയട്ടെ, ഈ ബോർഡ് മീറ്റിംഗിൽ തീരുമാനിച്ചാൽ മതി. കോൺഗ്രസ് ഇന്റർവ്യൂ നടത്തിയെടുത്ത ജീവനക്കാരിയാണ്. ഈ പഞ്ചായത്ത് സമിതിയുടെ യോഗത്തിന് നമുക്ക് പോലീസിന്റെ നമ്മള് പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ സഹകരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉന്നതാധികാരികൾ പരാതി കൊടുക്കുക, ഉള്ള കാര്യങ്ങൾ ചെയ്യും. പ്രസിഡന്റ് പറയട്ടെ, അഴിമതിക്കാരും കൂടി ഉണ്ടല്ലോ. ഇവര് നിയമിച്ചല്ലേ, സർക്കാർ ജീവനക്കാരൻ പോട്ടെ, ഇവര് നിയമിച്ച അഴിമതിക്കാരെ കുറിച്ച് പറയട്ടെ. ഇവര് നിയമിച്ച അഴിമതിക്കാരെ കുറിച്ച് പറയട്ടെ. നിങ്ങൾ നിയമിച്ച ജീവനക്കാരി
നിങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഞാൻ ഉത്തരം പറയേണ്ടതാണെങ്കിൽ പറ. അങ്ങനെ ഒരു കേസ് എടുത്തതായിട്ടുള്ള ഒരു കടലാസുണ്ടെങ്കിൽ നടപടി ചെയ്യും. അല്ല വിജിലൻസ് കേസ് എടുത്തിട്ടുണ്ടോ? വിജിലൻസ് കേസ് എടുത്തു. ഗൂഗിൾ പേ വഴി കരാറുകാരുടെ പൈസ വാങ്ങിയ പൈസ വാങ്ങിയ ആ പൈസ വീതം വെച്ച് ആ പൈസ വീതം വെച്ച് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുക. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾ ജനങ്ങളുടെ ആളല്ലേ? നിങ്ങൾ ജനങ്ങളുടെ ആളെ നിങ്ങൾ ജനങ്ങളുടെ ആളെ ഭരണസമിതിയല്ലേ? നിങ്ങളുടെ ജനങ്ങളുടെ ആളെ ഭരണസമിതിയല്ലേ? CPM വിളിച്ചു കയറി. ഉളിക്കൽ പഞ്ചായത്തിന്റെ LDF ഭരണസമിതി മീറ്റിംഗിലേക്ക് കയറി പ്രതിഷേധിക്കുന്നു. നമ്മളെ ആവശ്യത്തിന് പരിഹാരം നമ്മളൊരു ഈ ജനങ്ങളോടുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. ഇല്ല എന്ന് പറയുന്നത് പൈസ വാങ്ങിയവരാണ്. നിങ്ങൾ അവരെ സംരക്ഷിക്കുന്ന പഞ്ചായത്തില് ഇത്രയേറെ പരസ്യമായിട്ട് അഴിമതി നടത്തി വിജിലൻസ് എൻക്വയറി നടത്തി കണ്ടെത്തി നിങ്ങൾ അവരെ പുറത്താക്ക്. ഈ നാട്ടിൽ ഈ പഞ്ചായത്ത് ജീവിക്കുന്ന 50,000-ഓളം ജനങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് പഞ്ചായത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഈ നാട്ടിലെ 50,000 ആളുകളെയാണ് വിട്ടുകൊടുക്കുന്നത്. 50,000 ആളുകളെ അഴിമതി
അഴിമതിയുടെ പതിവാക്ക് അഴിമതിയുടെ പതിവാക്ക് പഞ്ചായത്തിന് കറവപ്പശുവായി പഞ്ചായത്തിന് കറവപ്പശുവായി കള്ളന്മാരെ അതിലും പോലെ ഗീതം വെക്കാൻ അതിലും കൂലി ഗീതം വെക്കാൻ അതിലും പോലെ ഭരണക്കാരുടെ അക്കൗണ്ടിൽ ഗൂഗിൾ വിഹിതം പെരുകുന്നു ഗൂഗിൾ വിഹിതം പെരുകുന്നു ഗൂഗിൾ വിഹിതം പെരുകുന്നു സ്റ്റേഡിയത്തിന് കോടി മുടക്കി സ്റ്റേഡിയത്തിന് കോടി ഈസയിലാക്കിയ ലക്ഷങ്ങൾ പേര് പറഞ്ഞ് വെട്ടിപ്പിങ്കത പറയുന്നു വെട്ടിപ്പിങ്കത പറയുന്നു കുളം മിനുക്കാൻ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 25 വർഷം പൂർത്തീകരിക്കപ്പെട്ട ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ ചളിക്കുളത്തിൽ മുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് ഈ നാടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദീർഘകാലമായി ഈ പഞ്ചായത്തിനകത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന UDF-ന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം എല്ലാ കാലങ്ങളിലും ഉയർന്നു വന്നതാണ്. ഈ പഞ്ചായത്തിന് മുന്നിൽ വലിയ സമരങ്ങളായി എല്ലാ കാലത്തും ഉയർന്നു വന്ന കാര്യമാണ്. ആ കള്ളന്മാരെ ഇപ്പോൾ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പോലീസും വിജിലൻസും ചേർന്ന് എന്ന യാഥാർത്ഥ്യം ഈ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഈ പഞ്ചായത്ത് ഓഫീസിൽ താൽക്കാലികമായി കോൺഗ്രസിന്റെ ഭരണസമിതി കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി നിയമനം നടത്തിയ കോൺഗ്രസുകാരിയായ ഒരു സ്ത്രീയും ഈ പഞ്ചായത്തിലെ ഒരു ഓവർസിയറും ചേർന്ന് ഇവിടെ നടത്തിയ അഴിമതിയുടെ കഥകളാണ് ഇപ്പോൾ ഈ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിയമിക്കപ്പെട്ട ഈ താൽക്കാലിക ജീവനക്കാരി ഇവിടെയുള്ള ചില കരാറുകാരിൽ നിന്ന് പണം വാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിനും ചില ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരായ ചില മെമ്പർമാരുടെയും അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് കളവ് നടത്തുന്നയാള്, ഗൂഗിൾ പേ ഉപയോഗിച്ച സ്ത്രീകളെ വ്യഭിചരിക്കാൻ നേതൃത്വം കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ ഗൂഗിൾ പേ ഉപയോഗിച്ച് അഴിമതി നടത്തിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ജീവനക്കാരി ഈ പഞ്ചായത്ത് ഓഫീസിലൂടെ വിലസിക്കൊണ്ട് പറയുന്നത്, എന്നെ തൊടാൻ ഇവിടെ പ്രസിഡന്റ് ഉള്ളിടത്തോളം കാലം, ഇരിക്കൂറിലെ MLA ഉള്ളിടത്തോളം കാലം ആർക്കും കഴിയില്ല എന്ന് ഇവിടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വിലസി നടക്കുകയാണ് ആ താൽക്കാലിക ജീവനക്കാരി. ഇങ്ങനെ ഒരു അഴിമതിയുടെ കഥ പുറത്തു വന്നാൽ അപ്പോൾ ധാർമ്മികതയുണ്ടെങ്കിൽ ഈ അഴിമതിയിൽ പങ്കില്ലെങ്കിൽ ഇവിടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വവും ഭരണസമിതി നേതൃത്വവും ചെയ്യേണ്ടതെന്താ? ആ ജീവനക്കാരിയെ പിറ്റേ ദിവസം തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് പിരിച്ചുവിടണം. പിരിച്ചുവിടാൻ ഇവർക്ക് ഭയമാണ്. പിരിച്ചുവിട്ടാൽ പിറ്റേ ദിവസം ആ ജീവനക്കാരി പത്രസമ്മേളനം നടത്തി ആർക്കൊക്കെയാണ് പണം വീതം വെച്ച് നൽകിയിട്ടുള്ളത് എന്ന് പറയുമെന്ന് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് എല്ലാ പിന്തുണയും നൽകി ഇപ്പോഴും അവരെ കിരീടം നൽകി ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. ഈ അഴിമതിയുടെ കഥയിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ഇതിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല. ഈ നാട്ടിലെ നല്ലവരായ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് തന്നെ ഈ അഴിമതിയുടെ കെട്ടുകാര്യസ്ഥതയുടെ സ്വജനപക്ഷപാതത്തിന്റെ ഭരണത്തിനെതിരായി മറുപടി പറയാൻ തീരുമാനിച്ചവരാണ്. ആ മറുപടി പറഞ്ഞവരാണ് ഇവിടെയുള്ള കോൺഗ്രസുകാർ. ആ കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായി തീരുമാനിക്കണം. നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരായി കണ്ട് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് തിരഞ്ഞെടുത്തയക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ ഇവിടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പണം പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാടൊറ്റക്കെട്ടായി ഈ അഴിമതി ഭരണത്തിനെതിരായി രംഗത്തു വരണം. ഇവിടെ ഇരിക്കുന്ന ഈ മേലാളന്മാരെ ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ, അഴിമതിക്ക് കൂട്ടുപിടിക്കുന്ന, അഴിമതിക്കാർ കൊത്താശ ചെയ്തു കൊടുക്കുന്ന
ഈ കോൺഗ്രസിന്റെ ഭരണസമിതി നേതൃത്വത്തിനെതിരായി ശക്തമായ പ്രതിഷേധം ഈ നാടിനകത്ത് ഉയർത്തിക്കൊണ്ടുവരണം. ഇടതുപക്ഷത്തിന്റെയും CPIM-ന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രചരണ പരിപാടി ഇവിടെ ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ നടന്നിട്ടുള്ള പല വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വികസന പ്രവർത്തനങ്ങളിലും അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെയും CPIM-ന്റെയും നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് സമാധാനപരമായി ഇവിടെയുള്ള ഭരണസമിതി യോഗം ഉപരോധിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത് സമാധാനപരമായി സമരം ചെയ്യാനാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് ഇടതുപക്ഷം തീരുമാനിച്ചാൽ ഈ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ മെമ്പർമാരും ഒരു UDF-ന്റെ മെമ്പർമാരും ഇവിടെ നിന്ന് പുറത്തു പോകില്ല. നിങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ ഉപരോധിക്കുന്ന കാലം വിദൂരമല്ല. ഇവിടെയുള്ള കോൺഗ്രസുകാർ നിങ്ങളെ ഉപരോധിക്കുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ സമരപരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി സഖാവ് ES സത്യൻ സംസാരിക്കും.